ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പക്ഷേ എന്നെ അവൻ വിളിച്ചിട്ടില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ദേ സാറേ, ഗോകുലിനെ വീണ്ടും ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ ചെയ്തിരിക്കുന്നേ. അതവൻ സാറിനെ അറിയിച്ചില്ലെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. ജീവൻ രാജന് എന്ത് സംഭവിച്ചു എന്നറിയാൻ മഞ്ചാടി പോയി സച്ചി സാറിന്റെ വീട്ടിൽ സത്യാഗ്രഹം ഇരുന്നപ്പോ ഗോകുല് പറഞ്ഞിട്ട് ഞാനാണ് അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. അന്ന് വീണ്ടും അവൻ എനിക്ക് ഉറപ്പ് തന്നതാ, 5ന്റെ കാശ് ചെലവില്ലാണ്ട് ഇന്ദ്രന്റെ ഷോപ്പ് ഇന്ദ്രന്റെ പേരിൽ എഴുതി കൊടുക്കാന്ന്. അങ്ങനെ വാക്കിറാനാട്ടെ ആ ഷോപ്പ് അവന്റെ തന്ത സച്ചിയുടെ ഒന്നും പേരിലല്ലല്ലോ. മാത്രമല്ല ഇനി ഇടപാടില് ഗോകുലിന് ഉൾപ്പെടുത്തുന്ന പ്രശ്നമേ ഇല്ല. അവന് നീ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നീ അവനോട് നേരിട്ട് വാങ്ങിച്ചോളാം. ഇതുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ആ ചെറുക്കന്റെ കാര്യം നീ എന്നോടൊട്ട് പറയാൻ വേണ്ട. ഓ, അപ്പോ എല്ലാവരും കൂടി സുശീലെ അങ്ങ് പറ്റിക്കുവാണല്ലേ? തീക്കൊള്ളി കൊണ്ട് വെറുതെ തല ചൊറിയണോ സാറേ? അമ്മ ആരെയും ഭീഷണിപ്പെടുത്തുന്നേ? എന്റെ ഷോപ്പ് എന്റെ ജീവിതമാർഗ, അത് ഗുണ്ടായുസം കാട്ടി സ്വന്തമാക്കേണ്ടതല്ല. അങ്കിളെ, നമ്മൾ അന്ന് ഉണ്ടാക്കിയ എഗ്രിമെന്റിന് ഞാൻ തയ്യാറാ. അങ്കിള് അനുവായിട്ട് സംസാരിച്ച് എത്രയും വേഗം അതിന്റെ രജിസ്ട്രേഷൻ നടത്തി തരണമെന്ന് പറയാനാ ഞാൻ വന്നത്. അല്ലാതെ അമ്മ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. സുശീല കേട്ടല്ലോ, ഇന്ദ്രനാണ് ആവശ്യക്കാരൻ. ഇവന് ആ സ്ഥാപനം മാന്യമായ മാർഗത്തിലൂടെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ അതിനിടെ കൂടി നീ വീണ്ടും കയറി ഉടക്കുണ്ടാക്കാൻ നോക്കിയ ആ ഷോപ്പ് ഒരിക്കലും ഇന്ദ്രന് കിട്ടാത്ത അവസ്ഥ വരും. അത് വേണോ വേണ്ടെന്ന് ആലോചിക്കേ. അമ്മ സമ്മതിച്ചില്ലെങ്കിലും ഞാനിത് ചെയ്യും. അമ്മയുടെ സമ്മതത്തോടെ ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. ശരീന്ദ്ര, മാസം 25,000 രൂപ വീതം അവൾക്ക് കൊടുത്ത് നീ മുടിഞ്ഞു പോരുന്ന ഞാൻ വിചാരിച്ചത്. ഓ, ഇങ്ങനെ മുടിയാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാനിനി ഒന്നും പറയുന്നില്ല. നിങ്ങളുടെയൊക്കെ താല്പര്യം പോലെ അങ്ങ് നടക്കട്ടെ. എന്നാ ശരി, ഞാൻ ഇന്ന് തന്നെ അനുപമയെ വിളിച്ച് സംസാരിക്കും. എഗ്രിമെന്റ് എല്ലാം അഡ്വക്കേറ്റിനെ കൊണ്ട് ഇവിടെ ചെയ്തു വച്ചിരിക്കാം. അതിൽ സൈൻ ചെയ്ത പിറ്റേ ദിവസം രജിസ്ട്രേഷൻ. ഓക്കെ അല്ലേ ഇന്ദ്ര? ആ, ഓക്കെ അങ്കിള്. നാളെ തന്നെ ആയാൽ അത്രയും നല്ലത്. നോക്കട്ടെ, അനുവിനോട് സംസാരിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ശരി അങ്കിൾ. പിന്നെ ഇന്ന് സർവൻ്റ് ഒന്നില്ല, കുറച്ച് സമയം കൂടി ഇരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടുപേർക്കും സൂപ്പർ കോഫി തരാം. സാറിന്റെ വാക്ക് കേട്ടിരുന്നാ സാറ് വാക്കു പാലിക്കുമെന്ന് വിശ്വാസം എനിക്കില്ല സാർ. അപ്പോ കോഫി ഞങ്ങൾ വീട്ടിൽ പോയി കുടിച്ചോളാം. നീ വാടാ ഇന്ദ്ര. ശരി ശരി. രഘുവേട്ട ചായ. ഏത് കാര്യത്തിന് എവിടെ ഇറങ്ങിയാലും ഒന്നും നടക്കാത്ത അവസ്ഥയാ. അല്ലെങ്കിൽ പിന്നെ സച്ചി സാറിനെയും ഗോകുലിനെയും കാണാൻ വന്നിട്ട് അവർ സ്ഥലത്തില്ലാതെ വരുമോ? അവർ ഉച്ച കഴിയുമ്പോ വരുമല്ലോ. ആവശ്യം നമ്മുടേതാവുമ്പോ നമ്മൾ കുറച്ച് സമയം കാത്തിരിക്കേണ്ടേക്ക് വരും. അമ്പിളി, കാത്തിരിക്കുന്നതിലൊന്നും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അത്രയും സമയം വെറുതെ കിട്ടിയതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അതൊരു നല്ല കാര്യമല്ലേ? അതെ, എന്നാലും ഞാൻ നമ്മുടെ ഒരു അവസ്ഥ പറഞ്ഞതാ. അമ്പിളി പറയുന്നതിലും കാര്യമുണ്ട്. ഒരു കാര്യം വിചാരിച്ച പോലെ നടക്കുന്നില്ല. എല്ലാത്തിനും ഓരോരോ തടസ്സങ്ങളാ. ഇനി ആകെ ഒരു പ്രതീക്ഷ ഈ ജോലിയാ. അതൊന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. രഘുവേട്ടന് ജോലി കിട്ടിയ പിന്നെ ഞങ്ങളൊരു വാടക വീടെടുത്ത് മാറുവാനു.
ഇനി അച്ഛനെ ആശ്രയിച്ച് നിന്നാൽ ശരിയാവില്ല. നമ്മൾ ആരെങ്കിലും ആശ്രയിച്ച് നിൽക്കുമ്പോ നമുക്കൊരു വിലയുണ്ടാവില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ ചേച്ചി? അതിനിപ്പം അച്ഛൻ എന്ത് ചെയ്തിട്ടാ? പാർവതി കുഞ്ഞമ്മയുടെ കയ്യിൽ സ്വർണം കൊടുത്താ കുഞ്ഞമ്മ ഇതിനുള്ള പണം തരുമെന്ന് പറഞ്ഞതാ. നമുക്ക് പൈസ കിട്ടുമ്പോ പൈസ തിരിച്ചു കൊടുത്ത് സ്വർണം തിരികെ വാങ്ങാം. അങ്ങനെ ചെയ്ത പിന്നെ നമ്മളെ തറവാട്ടിലെ സ്വർണം പണയം വെച്ചതിന്റെയോ വിറ്റതിന്റെയോ ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവേയില്ല. പക്ഷേ എനിക്ക് കിട്ടിയത് മാത്രം കുഞ്ഞമ്മയ്ക്ക് കൊടുത്താൽ അത് നമ്മുടെ ആവശ്യത്തിന് തികയില്ല. അതുകൊണ്ട് മഞ്ചാരിയുടെ വിഹിതം കൂടി ഞാൻ അച്ഛനോട് ചോദിച്ചു. പക്ഷെ അച്ഛൻ തന്നില്ല. അത് പോട്ടേന്ന് വെക്കാം. പക്ഷേ എനിക്ക് തരാതിരിക്കാൻ അച്ഛനൊരു കാരണവും കൂടി പറഞ്ഞു. എന്റെ മക്കളെ പോലും എനിക്കിപ്പോ വിശ്വാസമില്ലെന്ന്. അച്ഛൻ ഓരോ ടെൻഷൻ കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നാവും ചേച്ചി. അതിപ്പോ എങ്ങനെയായാലും നമ്മുടെ ആവശ്യം നടന്നില്ലല്ലോ. മഞ്ചാടിക്ക് കൊടുക്കേണ്ട സമയത്ത് നമ്മളെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടോ അമ്മാവൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊന്നും ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു മടുത്തുവനു. സമയം മോശമാണെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും തടസ്സങ്ങൾ മാത്രമാ. അതിലാരെയും പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, അത് തന്നെയാ കാര്യം. രഘുവേട്ടന് പണം തരാനും കുറെ ഞാൻ ശ്രമിച്ചതല്ലേ, അതും നടന്നില്ല. സ്വർണം കൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് കിട്ടിയ സ്വർണം ഇപ്പൊ പാർവതി കുഞ്ഞമ്മ പറഞ്ഞതുപോലെ ആ ഒരു രീതിക്ക് വേണ്ടി തന്നെയാ ഞാൻ ചേരുവന് കൊടുത്തത്. അല്ല, നിനക്ക് കിട്ടിയ സ്വർണം നീ ചീരുവിന് കൊടുത്തായിരുന്നോ? കൊടുത്തു. വിനയന് പുതിയ കടയെടുക്കാൻ വേണ്ടിയാ. വിനയന്റെ മാമനത് വാങ്ങി പകരം മകളുടെ സ്വർണമോ മറ്റോ പണയം വെച്ച് പണം കൊടുക്കാന്ന് എന്തോ പറഞ്ഞു. സ്വർണം കൊണ്ടൊന്നും ഞങ്ങൾക്കാർക്കും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലെങ്കിലും ചീരുവിനെങ്കിലും അത് പ്രയോജനപ്പെട്ടല്ലോ. അച്ഛന് പോലും ഇല്ലാത്ത മനസ്സ് ചീരുവിനെ സഹായിക്കാൻ നിനക്കുണ്ടായല്ലോ. ആരും ആരുടെയും സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകണ്ടെന്നും അവരവർക്ക് കിട്ടിയത് അവരവർ തന്നെ എടുത്താൽ മതിയെന്നോ അച്ഛൻ പറഞ്ഞത്.